യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, അവേ മരിയ. എൻ്റെ പേര് മാർട്ടിൻ. ഇതെൻ്റെ വൈഫ് റിൻസു ചെറിയാൻ. ഞങ്ങളുടെ കുഞ്ഞ് മരിയ. ഞങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2018 നവംബറിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഒത്തിരി ചെറുതും വലുതുമായ ഒട്ടനവധി അനുഗ്രഹങ്ങൾ ദൈവം മാതാവ് വഴി ഞങ്ങൾക്ക് നേടിത്തന്നിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് പുതുക്കലിന് ശേഷം, അതായത് 2023 പുതുക്കലിന് ശേഷം ഞാൻ അബ്രോഡിൽ പോവുണ്ടായി, ന്യൂസിലാൻഡ്. ഞങ്ങൾക്ക് അവിടെ നിലനിൽക്കാമെന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമുക്ക് PR ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കുറച്ചും കൂടിയും ഫ്രീ ആയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. കിട്ടില്ല എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഞങ്ങൾ നടന്നിരുന്നത്. കാരണം ആകെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കായിരുന്നു. പക്ഷേ എങ്കിലും അത് നിയോഗത്തിൽ ഞങ്ങൾ വെച്ചിരുന്നു. ഞങ്ങൾക്കത് എന്താ പറയുക, അത് നിരന്തരം ഞങ്ങൾ അത് വെച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. വെളുപ്പിന് 3 മണിക്ക് 4 മണിക്കൊക്കെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും. അത് നിയോഗം വെച്ച് പ്രാർത്ഥിക്കും. അതിൻ്റെ ഫലമായി കഴിഞ്ഞ മെയ്യിൽ ഞങ്ങൾക്ക് PR, ദൈവാനുഗ്രഹം കൊണ്ട് PR ലഭിച്ചു. അത് ഏറ്റവും വലിയ ദൈവാനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുന്നു. പിന്നെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 6 വർഷമായി. ഒരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. ഞങ്ങൾ കഴിഞ്ഞ പുതുക്കലിന് ശേഷം ഞങ്ങൾ നിരന്തരം ഇവിടുന്ന് ലഭിച്ച തൈലം, കൃപാസനത്തിൽ നിന്ന് ലഭിച്ച തൈലം വയറിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും അതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് കഴിഞ്ഞ ഒക്ടോബർ, മാതാവിൻ്റെ മാസമായ ഒക്ടോബർ 2024 ഞങ്ങൾക്ക് ഞങ്ങളുടെ മരിയ കൊച്ചിനെ ലഭിച്ചു. അതും വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുന്നു. അങ്ങനെ ഒട്ടനവധി ചെറുതും വലുതുമായ ഒട്ടനവധി അനുഗ്രഹങ്ങൾ മാതാവ് വഴി ഞങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ലാസ്റ്റ് അത് എനിക്ക് വലിയൊരു അത്ഭുതമായിട്ട് അത് ഞാൻ കാണുന്നു. കാരണം ഞങ്ങളുടെ ലാസ്റ്റ് പച്ച മെഴുകുതിരി കത്തിത്തീരാറായ സമയത്ത് ഞങ്ങൾക്ക് മാതാവിൻ്റെ രൂപം അത് മെഴുകു പോലെ ഞങ്ങൾക്ക് കാണാറായി. അതൊരു വലിയൊരു അത്ഭുതമായിട്ട് ഞാൻ കാണുന്നു. പിന്നെ ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ ഫുഡ് ബാങ്ക് ടീമിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാവപ്പെട്ടവരെ ഭക്ഷണം എത്തിച്ചു കൊടുക്കാനും അവർക്ക് ദൈനംദിന കാര്യങ്ങൾക്കായിട്ട് ഉള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഭിക്ഷക്കാരെ കാണുകയാണെങ്കിൽ ഇപ്പോൾ ന്യൂസിലാൻഡിൽ നമുക്ക് അങ്ങനെ അത്രയാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇപ്പോൾ കാണുന്ന പാവപ്പെട്ടവരെ നമ്മൾ എന്നെ കൊണ്ടാവുന്ന വിധം സഹായിക്കലുണ്ട്. പിന്നെ അതല്ലാതെ ഇപ്പോൾ പുറത്ത് നമ്മുടെ നാട്ടിലാണെങ്കിലും ഇപ്പോൾ പാവപ്പെട്ടവരുടെ ഡീറ്റെയിൽസ് അറിയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ വഴി അങ്ങനെയും സഹായം ചെയ്യാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ധ്യാനങ്ങൾ കാണുമ്പോൾ അത് ഷെയർ ചെയ്യലും, അതുപോലെ ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്നുള്ള പ്രോഗ്രാം അത് ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ അറിയാത്തവരെ ഞാൻ അറിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കൃപാസനം എന്താണെന്നും അതെങ്ങനെയാണ് അതിൽ ഉടമ്പടി എടുക്കേണ്ടതെന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. എൻ്റെ അറിവിൻ്റെ പരമാവധി ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പുറപ്പാട് പോലെയാണ് ഞാൻ കാണുന്നത്. ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ ദൈവം കാനാൻ ദേശത്ത് എത്തിച്ച ആ ഒരു പ്രതീതിയാണ് എൻ്റെ മനസ്സിൽ. കാരണം നമ്മൾ നിത്യജീവൻ ലക്ഷ്യമാക്കി ഇപ്പോൾ നമ്മളെ നിത്യജീവൻ ലക്ഷ്യമാക്കി നമ്മൾ പോകുന്നു. കാനാൻ ദേശം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിത്യജീവനാണ്. അപ്പോൾ ഈശോ നമ്മളെ നയിക്കുന്നുണ്ട്. നമ്മൾ പെറുപെറുക്കാതെ
ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുക. അതാണ് എൻ്റെ ഒരു എനിക്ക് പറയാനുള്ളത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 6-ാം തിരുവചനം. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവാൻ, അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ